Hi friends, welcome to Chef Thadikaran. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഒരു മിഡ് ടൈം സ്നാക്ക്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെയാണ്. ജോലിക്കൊക്കെ പോകാനായിട്ട് ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്, ബ്രെഡ് ഓംലെറ്റ്. ഇപ്പൊ ഫ്രണ്ട്സ്, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. സിമ്പിളാണ്, വെറും 3 മിനിറ്റിനുള്ളിൽ സംഭവം തീരും. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അധികം നേരം എടുത്തിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അധികം നേരം ഒന്നും എടുക്കൂല, ഒരു 3 മിനിറ്റ് മാക്സിമം. ഞാൻ ഇവിടെ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോണ സമയത്ത് ധൃതിക്ക് നിൽക്കണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തിന്നുന്ന ഐറ്റം ആണിത്. ഇതിപ്പോൾ ഞാൻ ഒരു പോർഷനാണ് ചെയ്യണത്. ഒരു പോർഷനിലേക്ക് നമുക്ക് 2 മുട്ടയാണ്, 2 മുട്ട 2 ബ്രെഡും എടുക്കാം. നമുക്ക് ഇതൊരു സാൻഡ്വിച്ച് പോലെയാണ്, എളുപ്പമാണ്. ആദ്യം തന്നെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് ഈ 2 മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇടുന്നതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇത് 2 സ്പൂൺ ഇടണുള്ളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഒരു എഗ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടണം അതൊക്കെ തന്നെ. നമുക്ക് ക്യാരറ്റ് അല്ല, നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ക്യാപ്സിക്കം പെപ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ആണെങ്കിൽ പോലും നമുക്ക് അത് വേണമെങ്കിൽ ഇടാം. അടുത്തത് 1 സ്പൂൺ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്ത് വെച്ചത്. ഓണിയൻ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പോട്ടെ, ഒരു 1.5 സ്പൂൺ 1.5-2 സ്പൂണോളം ഇട്ടിട്ടുണ്ടേ. ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറേശ്ശെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കരുത്, 1 ടീസ്പൂണോളം മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്ടി മാത്രമാണ്. നമുക്കിതെല്ലാം ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇപ്പം ഞാൻ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ബീറ്റ് ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ മുട്ട എപ്പോഴും എയർ ഇൻകോപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അടിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാനിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക് മുട്ട വറുത്തത്. അതുമല്ലാണ്ട് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ക്യാരറ്റും ഓണിയനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ അതിൻ്റെ ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ക്യാപ്സിക്കൊക്കെ ഇടണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് പാനിലൊന്ന് സോട്ടേ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് കുറച്ച് ഹീറ്റ് അല്ലെങ്കിൽ സ്പൈസി ആയിട്ട് എന്തെങ്കിലും ഫുഡ് സ്പൈസി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഓംലെറ്റ് കഴിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പച്ചമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് മുട്ട വറുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ആ മുട്ട വറുക്കാനുള്ള. മുട്ട വറുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യണത് നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഞാൻ മുട്ട പറയാൻ പറ്റില്ല എപ്പോഴും ചതിക്കണമെന്ന്. പാൻ ചൂടായി നമ്മൾ അതിലേക്ക് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട മൊത്തം അതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. എനിക്ക് കുരുമുളക് കുറച്ച് ഇഷ്ടമാണ്. എനിക്ക് മുട്ടയുടെ കൂടെ കുരുമുളക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് കുറച്ച് കൂടുതലാണ് കുരുമുളക് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെ ഇഷ്ടമുള്ളത്, ഇപ്പം നിങ്ങൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രെഡ് മുട്ടയിലൊക്കെ ഇട്ട് കൊടുക്കാം. മേളിൽ നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ലേറ്റർ ഫോൾഡ് ചെയ്യും, അതുകൊണ്ടാണ്. ഇതിപ്പോൾ മുട്ട ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആയാൽ നോക്കുക സൈഡ്. ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് ഒന്ന് മേളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ എപ്പോഴും കുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അടിയൊന്നും കരിയാണ്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
സമയം നമുക്ക് കുറച്ചേരം അത് വെച്ച് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആ സൈഡിൽ നമ്മുടെ ഈ ബ്രെഡിന്റെ ഭാഗം ഒഴിച്ചിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് നമുക്കൊന്ന് മടക്കി അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സ്ലൈസ് ചീസ്, നമുക്ക് അമൂലിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീസ് ഉണ്ടെങ്കിൽ ആ സ്ലൈസ് ചീസ് നമുക്ക് ഒരു ബ്രെഡിന്റെ മേളിൽ വെച്ച് കൊടുക്കാം. മയണൈസോ കെച്ചപ്പോ അല്ലെങ്കിൽ മസ്റ്റർഡിന്റെ പേസ്റ്റോ അതെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റിനൂടെ കഴിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും സ്പ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതും സവർ ആയിട്ടുള്ള എന്തെങ്കിലും സ്പ്രെഡ് അതും നമുക്ക് ഈ സമയത്ത് തേച്ച് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയന്റെ മേളിൽ ചീസിന്റെ അടുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ആയിട്ടുണ്ടാവും ഒരു സൈഡ്, നമുക്ക് ഇന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ പറഞ്ഞ 2-3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചോക്ക്, അടിപൊളി സാധനമാണ്, എന്തായാലും ട്രൈ ചെയ്യാം. ബൈ.